ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈലർ ലേണിംഗ്. മക്കളെ, ഇന്ന് മിസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സോഷ്യലിലെ ഫൈനൽ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. ഗിഫ്റ്റ് ഓഫ് ദ നാച്ചർ, പ്രകൃതിയുടെ വരദാനം അല്ലേ. പ്രകൃതി നമുക്ക് എന്താണ്, ഒരു വരദാനം തന്നെയല്ലേ. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട് അല്ലേ. ഇവിടെ മക്കളെ നോക്കിക്കേ, എന്താണ് വിഭവങ്ങൾ അല്ലെങ്കിൽ റിസോഴ്സസ് എന്ന് പറയുന്നത്? എന്താണ്? പ്രകൃതിയിൽ കാണുന്നതും മനുഷ്യന് ഉപയോഗപ്രദവുമായ വസ്തുക്കളെ നമുക്ക് എന്ത് വിളിക്കാം? വിഭവങ്ങൾ എന്ന് വിളിക്കാം അല്ലേ. എന്താ ഇവിടെ പറഞ്ഞത്? ദോസ് തിങ് യൂസ്ഫുൾ ടു മാൻ ആർ കോൾഡ് റിസോഴ്സസ്. അതേപോലെ തന്നെ പിന്നെ എന്താ, പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ചില വിഭവങ്ങളുടെ ചിത്രങ്ങൾ മിസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഓരോന്നും നമുക്ക് എന്താ കണ്ടു പോകും. അപ്പൊ എന്തായിരുന്നു വിഭവങ്ങൾ എന്ന് പറയുന്നത്? ഒന്ന് പറഞ്ഞേ. പ്രകൃതിയിൽ കാണുന്നതും മനുഷ്യന് ഉപയോഗപ്രദവുമായ വസ്തുക്കളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? വിഭവങ്ങൾ അഥവാ റിസോഴ്സസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ഇതൊക്കെ പ്രകൃതിയിൽ കാണുന്ന എന്താണ്? വിഭവങ്ങളാണ് അല്ലെ. റോക്സ്, ശിലകളാണ് മക്കളെ പിക്ചറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്താണ്? വാട്ടർ, ജലം. ഇതൊക്കെ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിഭവങ്ങളാണ്. ദെൻ നമ്മുടെ വിൻഡ്, കാറ്റ്, സോയിൽ, മണ്ണ്, ഇതൊക്കെ പ്രകൃതിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ. പല ഉപയോഗങ്ങൾ നമുക്കുണ്ട്. അതേപോലത്തെ മിനറൽസ്, ധാതുക്കൾ, സൺലൈറ്റ്, സൂര്യപ്രകാശം, ഇതെല്ലാം നമ്മുടെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതും ഉപയോഗയോഗ്യവുമായ ഇത്തരം വിഭവങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? പ്രകൃതി വിഭവങ്ങൾ എന്ന് വിളിക്കും. അപ്പൊ പ്രകൃതിയിൽ നമുക്ക് നേരിട്ട് ലഭ്യമാകുന്നതും ഉപയോഗിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഇത്തരം വിഭവങ്ങളെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? പ്രകൃതി വിഭവങ്ങൾ എന്ന് വിളിക്കുന്നത്, അഥവാ നാച്ചുറൽ റിസോഴ്സസ് എന്ന് വിളിക്കുന്നത്. പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി ലഭ്യമാകുന്നുണ്ട് അല്ലെ. ആൻഡ് ഓൾസോ അത് നമുക്ക് എന്താ, യൂസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് നോൺ ആസ് എന്ത് പേരിൽ? നാച്ചുറൽ റിസോഴ്സസ്. ഇവിടെ മക്കളെ നോക്കിക്കേ, ഭൂമിയിൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന പ്രകൃതി വിഭവങ്ങളിൽ ചിലത് എക്കാലത്തും ലഭ്യമാണ്. എത്ര വർഷം കഴിഞ്ഞാലും നമുക്കതെന്ത് ചെയ്യാം? യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ മറ്റു ചില വിഭവങ്ങളോ പെട്ടെന്ന് അങ്ങോട്ട് തീർന്നു കുറച്ചു കാലത്തേക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ മക്കൾ ഇവിടെ രണ്ട് ടേബിൾ കാണുന്നില്ലേ? അവൈലബിൾ റിസോഴ്സസ്, എക്കാലത്തും ലഭ്യമായ വിഭവങ്ങളെന്നും എക്സോസ്റ്റിംഗ് റിസോഴ്സസ്, അത് എന്താണ്, നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്ന വിഭവങ്ങളും നമുക്ക് കാണാം അല്ലെ. അപ്പൊ ഒന്ന് മക്കളെ ഒന്ന് പറഞ്ഞു നോക്കിയേ, ഏതൊക്കെ വിഭവങ്ങളാണ് എല്ലാ കാലത്തും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക? ഏതൊക്കെ വിഭവങ്ങളാണ് നമുക്ക് നോക്കാം അല്ലെ. ഇവിടെ ശ്രദ്ധിച്ച് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, നമ്മുടെ വിൻഡ്, അത് നമുക്ക് എന്താ, റിന്യൂവബിൾ റിസോഴ്സസ് ആണ് അല്ലെ. നമ്മുടെ കാറ്റ് എന്താണ്? പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങളാണ്. പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങളെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? കാറ്റ് എന്ന് വിളിക്കുന്നത്. പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങളാണ് കാറ്റ്. അതേപോലെ തന്നെ നമ്മളെ കോൾ എന്താ, പുനഃസ്ഥാപിക്കാൻ പറ്റുമോ? ഇല്ലല്ലേ, ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകും. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കിയാലോ. വിൻഡ് നമുക്ക് എന്താ, റിന്യൂ ചെയ്തെടുക്കാൻ പറ്റും, എക്കാലത്തും ലഭിക്കും. അതേപോലെ പിന്നെ എന്തുണ്ട്? സൺലൈറ്റ് ഉണ്ട് അല്ലേ. എന്തുണ്ട്? സൺലൈറ്റ് എന്താണ്? സൂര്യപ്രകാശം നമുക്ക് ലഭിക്കും. പിന്നെ എന്താ മക്കളെ പറയുന്നത്? പിന്നെ നമുക്ക് പിന്നെ കിട്ടുന്നത് നമ്മുടെ ഫോറസ്റ്റ്, വനം അല്ലേ. ഫോറസ്റ്റ് നമുക്ക് എന്താണ്, എല്ലാ കാലങ്ങളിലും കിട്ടും. ഇനി എക്സോസ്റ്റബിൾ റിസോഴ്സസ്, ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്ന ഏതൊക്കെയാ? ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്നത് നമുക്ക് നോക്കാം. ഉപയോഗത്തിനനുസരിച്ച് തീർന്നത് നോൺ റിന്യൂവബിൾ എന്നാണ് അല്ലേ നമ്മൾ അവയെ വിളിക്കുക. ഏതാണ്? അയൺ ഓർ. എന്താണ്? അയൺ ഓർ, ഇരുമ്പയിര് അല്ലേ. എന്താ മക്കളെ പറയുന്നത്? ഇരുമ്പയിര്. അപ്പൊ ഇരുമ്പയിര് എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് എന്തു ചെയ്യും? തീർന്നു പോകും. പിന്നെ എന്താ മക്കളെ പറയുന്നത്? പിന്നെയും നമുക്ക് എന്താ, എക്സോസ്റ്റ് ചെയ്തു പോകുന്ന സംഭവങ്ങളുണ്ട്. അതായത് നമ്മളെ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് അല്ലെ. ഒരു പരിധി കഴിഞ്ഞാൽ അതും നമ്മളെ കയ്യിൽ നിന്ന് പോകും. ലൈക്ക് നമ്മുടെ പെട്രോളിയം എന്താണ്, അതിന് ഉദാഹരണമാണ്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? പെട്രോളിയം എന്ന് നമുക്ക് കൊടുക്കാം. പെട്രോളിയം അല്ലെ, ഒരു പരിധി വരെ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? പെട്രോളിന്റെ പണി നോക്കി പോകൂലേ.
പെട്രോളിയം. അപ്പൊ ഇവിടെ നോക്കിക്കേ, എല്ലാ കാലത്തും ഉപയോഗിക്കാൻ പറ്റുന്ന റിസോഴ്സസുകളെ അഥവാ വിഭവങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങൾ അഥവാ റിന്യൂവബിൾ റിസോഴ്സസ്. വീണ്ടും വീണ്ടും നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റും. പക്ഷേ എക്സോസ്റ്റബിൾ റിസോഴ്സസ് എന്താ? ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്നത് എന്താണെടാ? നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആണ്, പുനഃസ്ഥാപിക്കപ്പെടാത്ത വിഭവങ്ങളാണ്. അത് നമുക്ക് എന്താണ്? പുനഃസ്ഥാപിക്കാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ക്ലിയർ ആയില്ലേ മക്കളെ? ഇവിടെ പിക്ചറിൽ കുറച്ച് പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങളെന്നും അഥവാ റിന്യൂവബിൾ സോഴ്സസ് മിസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കാറ്റ്, ജലം, സൂര്യപ്രകാശം, വനം, വിൻഡ്, വാട്ടർ, സൺലൈറ്റ്, ഫോറസ്റ്റ്, ഇതൊക്കെ നമുക്ക് എന്താ? റിന്യൂവബിൾ റിസോഴ്സസാണ്, പുനഃസ്ഥാപിക്കാൻ സാധിക്കും. ഇനി നോൺ റിന്യൂവബിൾ റിസോഴ്സസ്, പുനഃസ്ഥാപിക്കപ്പെടാത്ത വിഭവങ്ങളാണ് കൽക്കരി, കോള്, പ്രകൃതിവാതകം, നാച്ചുറൽ ഗ്യാസ്, പെട്രോളിയം, അതേപോലെ മണ്ണ്, സോയിൽ, ഇരുമ്പയിര്, അയണോർ. ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? വീണ്ടും പുനഃസ്ഥാപിക്കാൻ സാധിക്കില്ല. അപ്പം നമ്മൾ ഇനി ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. അപ്പൊ എന്താണ് വിഭവങ്ങൾ എന്ന്, റിസോഴ്സസ് എന്താണെന്നുള്ള ഇതും പ്രകൃതി വിഭവങ്ങൾ, നാച്ചുറൽ റിസോഴ്സസ് എന്താണെന്നുള്ളത് എൻ്റെ മക്കൾക്ക് മനസ്സിലായില്ലേ? റിന്യൂവബിൾ റിസോഴ്സസ് എന്നും നോൺ റിന്യൂവബിൾ റിസോഴ്സസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പുനഃസ്ഥാപിക്കാൻ പറ്റുന്ന വിഭവങ്ങളെന്നും പുനഃസ്ഥാപിക്കാൻ പറ്റാത്ത വിഭവങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ ഉപയോഗിച്ച്, നമ്മളെ കാറ്റിന്റെ എനർജി നമുക്ക് കിട്ടും, സോളാറിന് നമുക്ക് എനർജി കിട്ടും. അതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കൂടുതൽ ഉപയോഗിക്കുക. അതാവുന്ന സമയത്ത് എന്താ? ഒരു സമയം കഴിഞ്ഞാൽ അത് തീർന്നു പോകില്ല, എത്ര വേണമെങ്കിലും ഉണ്ടായിരിക്കും അല്ലേ? അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇന്നത്തെ സെക്ഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ലവ് ഇറ്റ്സ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.